നമസ്കാരം. ശ്രീസ് ലേണിംഗിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ജനുവരിയിലെ 2024 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഈ ക്ലാസ്സിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2024 ജനുവരിയിലെ 100 കറണ്ട് അഫയേഴ്സ് ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. അപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം ജില്ല. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കൊല്ലം. 2024 ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ദാവോസ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് 2024 ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനം നടന്നത്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ദാവോസ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. അപ്പോൾ 2024 നടന്നത് ലോക സാമ്പത്തിക ഫോറത്തിന്റെ എത്രാമത് വാർഷിക സമ്മേളനമാണ്? 54ാമത് വാർഷിക സമ്മേളനമാണ്. എവിടെയായിരുന്നു നടന്നത്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? കതിരവൻ. അപ്പോൾ കതിരവൻ ആരുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ്? അയ്യങ്കാളിയുടെ. അരുൺ രാജനാണ് സിനിമാ സംവിധായകൻ. അപ്പോൾ കതിരവൻ എന്ന സിനിമ സംവിധാനം ചെയ്യുന്ന ആരാണ്? അരുൺ രാജ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ലോകത്തെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ജാർസുഗുഡ താപ വൈദ്യുത നിലയം എവിടെയാണ്? ജാർസുഗുഡ താപ വൈദ്യുത പദ്ധതി ഒഡീഷ. അപ്പോൾ ഒഡീഷയിലാണ് ജാർസുഗുഡ താപ വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങ് ഏതാണ്? കുഫ്രി ഉദയ. അപ്പോൾ കുഫ്രി ഉദയ എന്താണ്? ഉരുളക്കിഴങ്ങാണ്. സങ്കര ഇനം ഉരുളക്കിഴങ്ങാണ് കുഫ്രി ഉദയ. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങാണേത്? കുഫ്രി ഉദയ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്താണ്. അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്ത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂരാണ്. അപ്പോൾ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ലഭിച്ചത് ഏത് ജില്ലയ്ക്കാണ്? കണ്ണൂരാണ്. എവിടെ വെച്ചായിരുന്നു നടന്നത്? കൊല്ലത്ത് വെച്ചാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്. 2ാം സ്ഥാനം ലഭിച്ചത് കോഴിക്കോടാനാണ്. 3ാം സ്ഥാനം പാലക്കാട്. അപ്പോൾ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം ലഭിച്ചത് കണ്ണൂരിനാണ്. എവിടെ വെച്ചാണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത്? കൊല്ലത്ത് വെച്ചാണ്. 2ാം സ്ഥാനം ഏത് ജില്ലയ്ക്കാണ്? കോഴിക്കോട്. 3ാം സ്ഥാനം പാലക്കാട്. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായുള്ള പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സംവാദ. അപ്പോൾ എന്താണ് സംവാദ എന്ന പദ്ധതി? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായുള്ള പദ്ധതിയാണ് സംവാദ. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കുന്നതിനുള്ള അവസരം നൽകുന്നത്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ലഡാക്കിലാണ്. ലഡാക്കിലെ ഹാൻലെയാണ് ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം.
ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സർവശക്തി. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സർവശക്തി? ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണെന്ത്? ഓപ്പറേഷൻ സർവശക്തി. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഖേര. അപ്പോൾ കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഖേര. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരെന്ത്? DC കണക്ട്. അപ്പോൾ എന്താണ് DC കണക്ട്? പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരാണെന്ത്? DC കണക്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് പ്രസാദം മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണത്തെരുവ് ഏതാണ്? പ്രസാദം. എവിടെയാണ്? മധ്യപ്രദേശിലെ ഉജ്ജയിനി. ബ്രിക്സ് ഉച്ചകോടി 2024 എവിടെയാണ് നടന്നത്? റഷ്യയിലാണ്. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയാണ്? റഷ്യ. കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അപ്പോൾ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രമാണ്. കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. അപ്പോൾ കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഗ്രാമവൃക്ഷത്തിലെ കുയിലിന്റെ സംവിധായകൻ ആരാണ്? KP കുമാരൻ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150ാം വാർഷികമാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ 150ാം വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. കാലാവസ്ഥാ വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത് 1875 ജനുവരി 15-നാണ്. ആസ്ഥാനം എവിടെയാണ്? കൊൽക്കട്ട. അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കട്ടയാണ്. എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചത്? 1875 ജനുവരി 15-നാണ്. 2024 ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് ആചരിക്കുന്നത്? 150ാം വാർഷികം. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? തമിഴ്നാട്. അപ്പോൾ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി എവിടെയാണ്? തമിഴ്നാട്. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. അപ്പോൾ 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? പൂവ്. അപ്പോൾ 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ്? പൂവ്. അനീഷ് ബാബുവും അബ്ബാസും ബിനോയ് ജോർജും ചേർന്നാണ് പൂവ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് കേരളത്തിലെ റോബോട്ടിനെ പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കുവാനായി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണിത്. എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം ജില്ലയിലാണ്. റോബോട്ട് ഏതാണ്? എലീന എന്ന റോബോട്ടാണ്. അപ്പോൾ വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം ജില്ലയിലാണ്. റോബോട്ടിന്റെ പേരെന്താണ്? എലീന. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയായിരുന്നു? ദക്ഷിണാഫ്രിക്ക. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കാസർഗോഡ്.
അപ്പോൾ 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? കാസർഗോഡ്. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്? അമേരിക്കയ്ക്കാണ് ഒന്നാം സ്ഥാനം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ്? സ്റ്റീൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗിരിയ. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗിരിയ. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1-നാണ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. എന്താണ്? തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരെന്താണ്? കെ സ്മാർട്ട്. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ്? 2024 ജനുവരി 1-നാണ്. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ഡെസേർട്ട് സൈക്ലോൺ. അപ്പോൾ ഡെസേർട്ട് സൈക്ലോൺ 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിലാണ് നടന്നത്. ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമാണിത് ഡെസേർട്ട് സൈക്ലോൺ. ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് പോകാം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളം. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? കൊല്ലം. 2024 ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണേത്? സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? കതിരവൻ. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി എവിടെയാണ്? ഏത് സംസ്ഥാനത്തിലാണ്? ഒഡീഷ. ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹരിയാനയിലെ കർണാൽ ജില്ലയിലുള്ള പൊട്ടറ്റോ ടെക്നോളജി സെന്റർ വികസിപ്പിച്ച സങ്കര ഇനം ഉരുളക്കിഴങ്ങിന്റെ പേരെന്താണ്? കുഫ്രി ഉദയം. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏത്? തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്ത്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് കണ്ണൂർ ജില്ലയാണ്. എവിടെ വെച്ചാണ് നടന്നത്? കൊല്ലം ജില്ലയിലാണ്. 2ാം സ്ഥാനം കോഴിക്കോട്, 3ാം സ്ഥാനം പാലക്കാട്. ഇന്ത്യയിൽ ആദ്യമായി GST വകുപ്പ് പുനഃസംഘടിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാനായുള്ള പദ്ധതിയുടെ പേരെന്താണ്? സംവാദ. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം എവിടെയാണ്? ലഡാക്കിലെ ഹാൻലെ. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കത്തിന്റെ പേരെന്ത്? ഓപ്പറേഷൻ സർവശക്തി. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതി ഏത്? കേര. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിനു വേണ്ടി കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന്റെ പേരെന്താണ്? DC കണക്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ ഭക്ഷണത്തെരുവ് പ്രസാദം, മധ്യപ്രദേശിലെ ഉജ്ജയിനി. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയായിരുന്നു? റഷ്യ. കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകൾ വീണ്ടും പ്രദർശിപ്പിച്ച ചലച്ചിത്രം ഏതാണ്? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇതിന്റെ സംവിധായകൻ ആരാണ്? KP കുമാരൻ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150. കാലാവസ്ഥാ വകുപ്പ് ആരംഭിച്ചതെന്നാണ്? 1875 ജനുവരി 15 കൊൽക്കത്ത ആസ്ഥാനമാക്കിയാണ്. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി എവിടെയാണ്? തമിഴ്നാട്. 2024 ജനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. 2023 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രത്തിന്റെ പേരെന്താണ്? പൂവ്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? എലിക്കുളം ഗ്രാമപഞ്ചായത്ത്, കോട്ടയം. റോബോട്ടിന്റെ പേരെന്താണ്? എലീന. 2024 അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക.
36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി കാസർഗോഡ്. ലോകത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ഒന്നാമത് രാജ്യമാണ് അമേരിക്ക. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്നാണ്? 2024 ജനുവരി 1. എന്താണ് ലക്ഷ്യം കെ സ്മാർട്ട് പദ്ധതിയുടെ? തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഇത് കെ സ്മാർട്ട്. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഡെസേർട്ട് സൈക്ലോൺ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏത്? കുഫോസ് ആണ്. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയായ കേരളത്തിലെ സർവകലാശാല ഏതാണ്? കുഫോസ്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ശീതൾ ദേവിക്കാണ്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശീതൾ ദേവിക്കാണ്. ഈ നേട്ടം കൈവരിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആര്? ശീതൾ ദേവി. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. 5ാമത്തെ കിരീടമാണ് മാഗ്നസ് കാൾസണ് ലഭിച്ചത്. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? മാഗ്നസ് കാൾസൺ. 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് ആരാണ്? അനസ്താസിയ ബോട്ട്നരുക്ക്. റഷ്യയുടെ അനസ്താസിയ ബോട്ട്നരുക്കിനാണ് 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം വരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌ. നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ചാരംഭിച്ച പോർട്ടൽ ഏതാണ്? മെഡിടെക് മിത്ര. മെഡിടെക് മിത്ര. അപ്പോൾ നീതി ആയോഗിന്റെ അടൽ ഇന്നൊവേഷൻ മിഷന്റെ മാർഗനിർദ്ദേശപ്രകാരം ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനും സഹകരിച്ചാരംഭിച്ച പോർട്ടലിന്റെ പേരെന്താണ്? മെഡിടെക് മിത്ര. കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PS അച്യുതാനന്ദനാണ്. അപ്പോൾ കർഷക തൊഴിലാളി മാസിക കേരള കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയാണ് കർഷക തൊഴിലാളി. ഏർപ്പെടുത്തിയ പ്രഥമ കേരള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? VS അച്യുതാനന്ദന്. ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എവിടെയാണ്? ഉഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ ഉഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട് ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണ്. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് കേന്ദ്രം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതാണ്? കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് കോഴിക്കോട്. ഇന്ത്യയിലെ രണ്ടാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതാണ്? ഉഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ദ്വാരകയിലാണ്. ഗുജറാത്തിലെ ദ്വാരകയുടെ തീരത്തുള്ള ചെറുദ്വീപാണ് ബെറ്റ്. ഈ ഗുജറാത്തിലെ ദ്വാരകയുടെ തീരത്തുള്ള ചെറുദ്വീപായ ബെറ്റിലാണ് പദ്ധതി തയ്യാറെടുക്കുന്നത്. ബെറ്റിലെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അന്തർവാഹിനി ടൂറിസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ബെറ്റിലെ കാഴ്ചകൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി ടൂറിസം അവതരിപ്പിക്കുന്ന ദ്വാരക ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിലാണ്. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏതു ജില്ലയിലാണ് ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയായത്? ആലപ്പുഴയിലാണ്. 2024 ജനുവരിയിൽ കേരളത്തിലെ ഏതു ജില്ലയിലാണ് ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിന് വേദിയാകുന്നത്? ആലപ്പുഴയിലാണ്.
2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യത്തെ മലയാളി താരം ആരാണ്? SL നാരായണൻ 42-ാം സ്ഥാനമാണ്. നിഹാൽ സരിന് 43-ാം സ്ഥാനവുമാണ്. 2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യത്തെ മലയാളി താരം ആരാണ്? SL നാരായണൻ. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? കൊച്ചിയാണ്. അപ്പോൾ രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയായ കേരളത്തിലെ നഗരം ഏതാണ്? കൊച്ചി. 2024 നടന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായ കേരളത്തിലെ ജില്ല ഏത്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ അമ്പലവയലിലാണ് 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയായത്. പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? കുറുമാട്ടി. അപ്പോൾ പി വത്സലയുടെ നെല്ല് എന്ന പ്രശസ്ത നോവലിലെ കഥാപാത്രമായിരുന്നു കുറുമാട്ടി. കുറുമാട്ടി ജീവിച്ചിരുന്ന ഒരു കഥാപാത്രമായിരുന്നു. അവർ ഈ അടുത്തിടെയാണ് അന്തരിച്ചത്. അപ്പോൾ പി വത്സലയുടെ നോവലാണ് ഏത്? നെല്ല് എന്ന് പറയുന്നത്. ആ നെല്ലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം ആരാണ്? കുറുമാട്ടിയാണ്. സാധാരണക്കാരനും അതിവേഗ യാത്രാ വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്നാണ്? 2023 ഡിസംബർ 30-നാണ്. അപ്പോൾ സാധാരണക്കാരനും അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്നാണ്? 2023 ഡിസംബർ 30-നാണ്. അമൃത് ഭാരത് എക്സ്പ്രസ് നേരത്തെ അറിയപ്പെട്ടിരുന്ന പേരാണ് വന്ദേ സാധാരൺ. അപ്പോൾ വന്ദേ സാധാരൺ എന്ന ട്രെയിനിന്റെ പേരാണ് ഏത്? അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത്. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നോബൽ സമ്മാന ജേതാവ് ആരാണ്? മുഹമ്മദ് യൂനുസ്. അപ്പോൾ തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നോബൽ സമ്മാന ജേതാവ് ആരാണ്? മുഹമ്മദ് യൂനുസ് ആണ്. 2006 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ആണ് ആർക്ക് ലഭിച്ചത്? മുഹമ്മദ് യൂനുസിന് ലഭിച്ചത്. ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീണ ബാങ്കിന്റെ സ്ഥാപകനുമാണ് ആര്? മുഹമ്മദ് യൂനുസ്. അപ്പോൾ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഗ്രാമീണ ബാങ്കിന്റെ സ്ഥാപകനുമാരാണ്? മുഹമ്മദ് യൂനുസ് ആണ്. ഇദ്ദേഹത്തിനാണ് 2006 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച നോബൽ സമ്മാന ജേതാവാണ് ആര്? മുഹമ്മദ് യൂനുസ്. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1930. ഏതാണ്? 1930. വർദ്ധിച്ചു വരുന്ന സൈബർ കേസുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് GSAT-20. അപ്പോൾ GSAT-20 വിക്ഷേപിച്ചത് ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് GSAT-20 എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പാണ് ചലോ ആപ്പ്. അപ്പോൾ KSRTC ബസ്സുകൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പിന്റെ പേരെന്താണ്? ചലോ ആപ്പ്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ചേപ്പാടാണ്. ആലപ്പുഴ ജില്ലയിലെ ചേപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത്. അപ്പോൾ ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? GSAT-20. ചലോ ആപ്പ് KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പാണ്. ആലപ്പുഴയിലെ ചേപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരാണ് എക്സ്പോസാറ്റ്. അപ്പോൾ തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ, സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യത്തിന്റെ പേരെന്താണ്? എക്സ്പോസാറ്റ്. സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹമാണേത്? എക്സ്പോസാറ്റ്. അപ്പോൾ സൗരയൂഥത്തിലെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? എക്സ്പോസാറ്റ്.
അടുത്തിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? വൃന്ദാവൻ, ഉത്തർപ്രദേശ്. ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അപ്പോൾ ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? ലവ്ലി സർവകലാശാല, പഞ്ചാബ്. 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് നടന്നു. അതിന്റെ വേദി എവിടെയായിരുന്നു? ലവ്ലി സർവകലാശാല, പഞ്ചാബ്. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരം. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം ഏതാണ്? സ്വീഡനാണ്. അപ്പോൾ സ്വീഡനിലാണ്. 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ. അപ്പോൾ 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, ഇറാൻ, സൗദി അറേബ്യ, എത്യോപ്യ, UAE. അപ്പോൾ 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, ഇറാൻ, സൗദി അറേബ്യ, എത്യോപ്യ, UAE എന്നീ രാജ്യങ്ങളാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലം. അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലം. ആഗോള കുടുംബദിനം ജനുവരി 1 ആഗോള കുടുംബദിനം. 2024 ആഗോള കുടുംബദിനത്തിന്റെ പ്രമേയം എന്താണ്? വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക. വൈവിധ്യങ്ങളെ സ്വീകരിക്കുക, കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നത് 2024 ആഗോള കുടുംബദിനത്തിന്റെ പ്രമേയമാണ്. പുതുവത്സരം ആദ്യം എത്തുന്ന രാജ്യം ഏത്? കിരിബാത്തി. പസഫിക്കിലെ ഒരു ചെറുദ്വീപ് രാജ്യമാണ് കിരിബാത്തി. അപ്പോൾ പുതുവത്സരം ആദ്യം എത്തുന്ന രാജ്യം ഏതാണ്? കിരിബാത്തി. മഹാകവിതേ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? വൈരമുത്തു. അപ്പോൾ വൈരമുത്തുവിന്റെ ബുക്കാണിത്, മഹാകവിതേ. വൈരമുത്തു. മഹാകവിതേ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? വൈരമുത്തു. പസഫിക്കിലെ ഒരു ചെറുദ്വീപാണേത്? കിരിബാത്തി. ആ കിരിബാത്തിയിലാണ് പുതുവത്സരം ആദ്യമായി എത്തുന്നത്. മഹാകവിതേ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? വൈരമുത്തു. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ്? DRDO ആണ്. അപ്പോൾ 2024 ജനുവരിയിൽ DRDOയുടെ 66ാമത് വാർഷികമാണ് ആഘോഷിക്കുന്നത്. അത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമാണ്. P. വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? നെല്ല്. ഇന്ത്യയിലെ ക്യാമ്പസ് ആരംഭിച്ച ആദ്യത്തെ വിദേശ സർവകലാശാല ഏത്? ഡീക്കിൻ സർവകലാശാല. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യത്തെ വിദേശ സർവകലാശാല ഏതാണ്? ഡീക്കിൻ സർവകലാശാല. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആഴാംകുളം. അപ്പോൾ മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ആഴാംകുളം. ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് പ്രാപ്യം. അപ്പോൾ എന്താണ് പ്രാപ്യം എന്ന പദ്ധതി? ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യഭാഷാ പരിശീലനം നൽകാനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച പദ്ധതിയാണ് ഏത്? പ്രാപ്യം. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ വേദി അരുണാചൽ പ്രദേശ്. 2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ആരാണ്? ബസവേശ്വര.
2024 കർണാടകയുടെ സാംസ്കാരിക നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട സാംസ്കാരിക നായകൻ ആരാണ്? ബസവേശ്വര. സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ഇറാൻ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതാണ്? INS സുമിത്ര. അപ്പോൾ സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ ഇറാൻ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതാണ്? INS സുമിത്ര. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഏതാണ്? ഷീൻ ഇ ഷി. അപ്പോൾ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഏത്? ഷീൻ ഇ ഷി. സൊമാലിയൻ കടൽക്കൊള്ളക്കാർ റാഞ്ചിയ മത്സ്യബന്ധന ബോട്ടാണ് ഇറാൻ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ട്. ഇതിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പൽ ഏതാണ്? INS സുമിത്ര. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി ഈയിടെ വാർത്തകൾ കണ്ടത് ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടാണ്? വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി ഏത് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ. രോഗികൾക്ക് അവരുടെ പോഷകാഹാരം ആവശ്യങ്ങൾക്കായി സാമ്പത്തിക സഹായം നൽകുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത്? നിശ്ചയ് പോഷൻ യോജന, NPY. നിശ്ചയ് പോഷൻ യോജന. ക്ഷയരോഗ രോഗികൾക്ക് അവരുടെ പോഷകാഹാര ആവശ്യങ്ങൾക്കായി സാമ്പത്തിക സഹായം നൽകുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയുള്ള സർക്കാർ പദ്ധതിയുടെ പേരെന്താണ്? നിശ്ചയ് പോഷൻ യോജന. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പേരിൽ അടുത്തിടെ പുറത്തിറങ്ങിയ പുസ്തകത്തിന്റെ രചയിതാവ് ആര്? S ജയശങ്കർ ആണ്. അപ്പോൾ വൈ ഭാരത് മാറ്റേഴ്സ് ആരുടെ പുസ്തകമാണ്? S ജയശങ്കർ. ഉദന്തി സീതാനദി കടുവാ സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉദന്തി സീതാനദി കടുവാ സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. അപ്പോൾ ഉദന്തി സീതാനദി കടുവാ സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ 46ാമത് സെക്ഷന്റെ ആതിഥേയനും അധ്യക്ഷനുമായ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അപ്പോൾ 2024 യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ 46ാമത് സെക്ഷന്റെ ആതിഥേയനും അധ്യക്ഷനുമായ രാജ്യം ഏതാണ്? ഇന്ത്യ. സ്വമിത്വ പദ്ധതിയിലൂടെ ഭൂഭരണത്തിലെ ഡിജിറ്റൽ പരിവർത്തന സംരംഭങ്ങൾ എന്നതിനുള്ള ഇന്നൊവേഷൻ സാൻഡ്ബോക്സ് അവതരണത്തിൽ അഭിമാനകരമായ 1ാം സമ്മാനം ലഭിച്ച മന്ത്രാലയം ഏത്? പഞ്ചായത്തി രാജ് മന്ത്രാലയമാണ്. അപ്പോൾ പഞ്ചായത്തി രാജ് മന്ത്രാലയമാണ് സ്വമിത്വ പദ്ധതിയിലൂടെ ഭൂഭരണത്തിലെ ഡിജിറ്റൽ പരിവർത്തന സംരംഭങ്ങൾ എന്നതിനുള്ള ഇന്നൊവേഷൻ സാൻഡ്ബോക്സ് അവതരണത്തിൽ അഭിമാനകരമായ 1ാം സമ്മാനം ലഭിച്ച മന്ത്രാലയമാണേത്? പഞ്ചായത്തി രാജ് മന്ത്രാലയം. ഏത് പദ്ധതിയിലൂടെയാണ് ഭൂഭരണത്തിലെ ഡിജിറ്റൽ പരിവർത്തന സംരംഭങ്ങൾ നടപ്പിലാക്കിയത്? സ്വമിത്വ പദ്ധതിയിലൂടെ. സ്വമിത്വ പദ്ധതി. പുതിയ ജ്യോതിശാസ്ത്ര ഉപഗ്രഹമായ ഐൻസ്റ്റീൻ പ്രോബ് വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? ചൈനയാണ്. അപ്പോൾ ജ്യോതിശാസ്ത്ര ഉപഗ്രഹമാണ് ഐൻസ്റ്റീൻ പ്രോബ്. ഇത് അടുത്തിടെ വിക്ഷേപിച്ചത് ഏത് രാജ്യമാണ്? ചൈന. ധാരാവി പുനർവികസന പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഏത് ബിസിനസ് കമ്പനിയാണ്? അദാനി ഗ്രൂപ്പാണ്. അപ്പോൾ ധാരാവി പുനർവികസന പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ഏത് ബിസിനസ് കമ്പനിയാണ്? അദാനി. ഈയിടെ വാർത്തകൾ വന്ന മാന്ത്രിക ദ്വീപുകൾ എന്ന പദം ഏത് ജ്യോതിശാസ്ത്ര ബോഡിയിൽ കാണപ്പെടുന്ന സവിശേഷതയാണ് സൂചിപ്പിക്കുന്നത്? ടൈറ്റൻ. അപ്പോൾ ഈയിടെ വാർത്തകൾ വന്ന മാന്ത്രിക ദ്വീപുകൾ എന്ന പദം ഏത് ജ്യോതിശാസ്ത്ര ബോഡിയിലാണ് കാണപ്പെടുന്ന സവിശേഷതയാണ്? ടൈറ്റനിൽ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഏത്? ടൈറ്റൻ. ടൈറ്റനിൽ നിരീക്ഷിക്കപ്പെട്ട മാന്ത്രിക ദ്വീപുകൾ പ്രാഥമികമായി സുഷിരങ്ങളുള്ളതും ശീതീകരിച്ചതുമായ ഓർഗാനിക് സോളിഡുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ മാന്ത്രിക ദ്വീപുകൾ എന്ന പദം ഏത് ജ്യോതിശാസ്ത്ര ബോഡിയുമായി ബന്ധപ്പെട്ടതാണ്? ടൈറ്റൻ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റനുമായി ബന്ധപ്പെട്ടതാണ് മാന്ത്രിക ദ്വീപുകൾ എന്ന പദം. അപ്പോൾ മാന്ത്രിക ദ്വീപുകൾ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റനുമായിട്ട്. അടുത്തിടെ ഭൂമിശാസ്ത്രപരമായ സൂചിക ടാഗ് ലഭിച്ച GI ടാഗ് ലഭിച്ച റെഡ് ആൻഡ് ചട്നി ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? റെഡ് ആൻഡ് ചട്നി ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഒഡീഷയുടേതാണ്.
കായ് ചട്നി എന്നറിയപ്പെടുന്ന ഈ തനത് ചട്നി വിലയേറിയ പോഷകങ്ങൾ സമ്പന്നമാണ്. പ്രോട്ടീനുകൾ, കാൽസ്യം, സിങ്ക്, വിറ്റാമിൻ B12, ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, സോഡിയം, ചെമ്പ്, അമിനോ ആസിഡുകൾ എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ GI ടാഗ് ലഭിച്ച റെഡ് ആൻഡ് ചട്നി ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഒഡീഷ. പോളിഗോണം ചതുർഭുജം എന്താണ്? സസ്യങ്ങളാണ്. പോളിഗോണം ചതുർഭുജം സസ്യങ്ങളാണ്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലെ ഗോൽപഹാഡി ദ്വീപിൽ അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ പോളിഗോണം ജനുസിൽപ്പെട്ട ഒരു പുതിയ സസ്യ ഇനം കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇത് പോളിഗോണം ചതുർഭുജനം എന്നാണ് ഈ സസ്യത്തിന് പേരിട്ടിരിക്കുന്നത്. ഇത് പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിലാണ് ഗോൽപഹാഡി ദ്വീപ്. ഈ ഗോൽപഹാഡി ദ്വീപിലാണ് ഒരു സർവേ നടത്തിയത്. പോളിഗോണം ജനുസിൽപ്പെട്ട ഒരു പുതിയ സസ്യത്തെ കണ്ടെത്തുകയും അത് പോളിഗോണം ചതുർഭുജനം എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. ഈ സസ്യം ഈ പ്രദേശത്തിന്റെ ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ പോളിഗോണം ചതുർഭുജം എന്നത് എന്താണ്? ഒരു സസ്യമാണ്, സസ്യങ്ങളാണ്. INS കബ്ര ഏത് നാവികസേനയുടെ കപ്പലാണ്? INS കബ്ര ഓഫ്ഷോർ പെട്രോൾ വെസൽ. അപ്പോൾ INS കബ്ര ഏത് നാവികസേനയുടെ ഒരു തരത്തിലുള്ള കപ്പലാണ്? ഓഫ്ഷോർ പെട്രോൾ വെസൽ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കാർ നിക്കോബാർ വിഭാഗത്തിന്റെ തദ്ദേശീയ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റായ INS കബ്ര അടുത്തിടെ കൊളംബോ തുറമുഖത്തെത്തി. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ഒരു ദ്വീപിന്റെ പേരിലാണ് INS കബ്ര ഇന്ത്യൻ നാവികസേനയ്ക്കായി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് നിർമ്മിച്ച അതിവേഗ ഓഫ്ഷോർ പെട്രോളിംഗ് കപ്പലുകൾ ഒന്നാണ് ഇത് INS കബ്ര. അപ്പോൾ INS കബ്ര ഓഫ്ഷോർ അതിവേഗ ഓഫ്ഷോർ പെട്രോളിംഗ് കപ്പലാണ് എന്ത്? INS കബ്ര. കൃഷ്ണരാജസാഗർ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? KRS കർണാടകയിലാണ്. അപ്പോൾ കൃഷ്ണരാജസാഗർ അണക്കെട്ട് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കർണാടക. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ കൃഷ്ണരാജസാഗർ അണക്കെട്ടിന്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ ഖനനത്തിനും ക്വാറി പ്രവർത്തനങ്ങൾക്കും കർണാടക ഹൈക്കോടതി അടുത്തിടെ നിരോധനം ഏർപ്പെടുത്തി. കാവേരി നദിയുടെ പോഷക നദികളായ ഹേമാവതിയും ലക്ഷ്മണ തീർത്ഥയും സംഗമിക്കുന്ന സ്ഥലത്തിന് താഴെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണരാജസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. KRS അണക്കെട്ട് ഗ്രാവിറ്റി അണക്കെട്ട് മഹാരാജ കൃഷ്ണരാജ വാഡിയാർ നാലാമനോടുള്ള ആദരസൂചകമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇത് രൂപകൽപ്പന ചെയ്ത ആരാണ്? പ്രശസ്ത എഞ്ചിനീയറായ സർ എം വിശ്വേശ്വരയ്യയാണ്. അപ്പോൾ കൃഷ്ണരാജസാഗർ അണക്കെട്ട് അറിയപ്പെടുന്ന പേരെന്തൊക്കെയാണ്? KRS അണക്കെട്ട്, ഗ്രാവിറ്റി അണക്കെട്ട് എന്നീ പേരുകളിലാണ് എന്തറിയപ്പെടുന്നത്? കൃഷ്ണരാജസാഗർ അണക്കെട്ട് അറിയപ്പെടുന്നു. കൃഷ്ണരാജസാഗർ അണക്കെട്ടാണ് ഇങ്ങനെ അറിയപ്പെടുന്നത്. ഇത് മഹാരാജ കൃഷ്ണരാജ വാഡിയാർ നാലാമനോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ അണക്കെട്ട് നിലകൊള്ളുന്നത്. ഇത് രൂപകൽപ്പന ചെയ്തത് ആരാണ്? പ്രശസ്ത എഞ്ചിനീയറായ സർ എം വിശ്വേശ്വരയ്യയാണ്. അപ്പോൾ കൃഷ്ണരാജസാഗർ അണക്കെട്ടിന്റെ രൂപകൽപ്പന ചെയ്തത് ആരാണ്? സർ എം വിശ്വേശ്വരയ്യ. അപ്പോൾ ഹേമാവതി, ലക്ഷ്മണ തീർത്ഥ ഇത് ഏത് നദിയുടെ പോഷക നദികളാണ്? കാവേരി നദിയുടെ പോഷക നദികളാണ് ഹേമാവതിയും ലക്ഷ്മണ തീർത്ഥയും. ഈ ഹേമാവതിയും ലക്ഷ്മണ തീർത്ഥയും സംഗമിക്കുന്ന സ്ഥലത്താണ് കൃഷ്ണരാജസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ലയിലാണ്? ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകയിലാണ്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലാണ് കൃഷ്ണരാജസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കൃഷ്ണരാജസാഗർ എന്ന് പേരിട്ടിരിക്കുന്നത്? മഹാരാജ കൃഷ്ണരാജ വഡിയാർ നാലാമനോടുള്ള ആദരസൂചകമായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത് സർ എം വിശ്വേശ്വരയ്യയാണ്. 2024 ഇന്റർനാഷണൽ ആയുഷ് സമ്മേളനത്തിന്റെയും പ്രദർശനത്തിന്റെയും വേദി ഏത് നഗരത്തിലാണ്? ദുബായ്, UAE. അപ്പോൾ ദുബായിലാണ് 2024 ഇന്റർനാഷണൽ ആയുഷ് സമ്മേളനത്തിന്റെയും പ്രദർശനത്തിന്റെയും വേദി. പാവപ്പെട്ട ആദിവാസികൾക്ക് സ്ഥിരം വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ഏത് പദ്ധതിയുടെ ആദ്യ ഗഡുവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ പുറത്തിറക്കിയത്?
PM ജന്മൻ സ്കീം. PM ജന്മൻ സ്കീം. അപ്പോൾ പാവപ്പെട്ട ആദിവാസികൾക്ക് സ്ഥിരം വീടുകൾ നിർമ്മിക്കുക എന്നുള്ള പദ്ധതി ഏതാണ്? PM ജന്മൻ സ്കീമാണ്. പാവപ്പെട്ട ആദിവാസികളുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി ജൻജാതീയ ആദിവാസി ന്യായ മഹാ അഭിയാന്റെ ഭാഗമാണ് എന്ത്? PM ജന്മൻ പദ്ധതി. അപ്പോൾ PM ജന്മൻ പദ്ധതി ഏത് പദ്ധതിയുടെ ഭാഗമാണ്? പ്രധാനമന്ത്രി ജൻജാതീയ ആദിവാസി ന്യായ മഹാൻ അഭിയാന്റെ ഭാഗമാണ് PM ജന്മൻ പദ്ധതി. ദുർബലരായ ആദിവാസികളെയാണ്, ആദിവാസി വിഭാഗങ്ങൾക്കാണ് ഇത് പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ പാവപ്പെട്ട ആദിവാസികൾക്ക് സ്ഥിരം വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഏതാണ്? PM ജന്മൻ പദ്ധതിയാണ്. നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിന്റെ 71ാമത് പ്ലീനറി സമ്മേളനം എവിടെയാണ് നടന്നത്? ഷില്ലോങ്ങിലാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിന്റെ 71ാമത് പ്ലീനറി സമ്മേളനം എവിടെയാണ് നടന്നത്? ഷില്ലോങ്. അടുത്തിടെ വാർത്തകൾ കണ്ട വിജയരാഘവൻ കമ്മിറ്റി ഏത് മന്ത്രാലയമാണ് രൂപീകരിച്ചത്? വിജയരാഘവൻ കമ്മിറ്റി ഏത് മന്ത്രാലയമാണ് രൂപീകരിച്ചത്? പ്രതിരോധ മന്ത്രാലയമാണ്. അപ്പോൾ വിജയരാഘവൻ കമ്മിറ്റി രൂപീകരിച്ചത് ഏത് മന്ത്രാലയമാണ്? പ്രതിരോധ മന്ത്രാലയം. പ്രതിരോധ മന്ത്രാലയം നിയോഗിച്ച പ്രൊഫസർ K. വിജയരാഘവന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ പുനഃക്രമീകരണം അവലോകനം ചെയ്യുകയും നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDOയുടെ പുനഃക്രമീകരണം അവലോകനം ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? വിജയരാഘവൻ കമ്മിറ്റിയാണ്. DRDO സ്ഥാപിതമായതെന്നാണ് 1958 അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ഥാപനമാണേത്? DRDO. അപ്പോൾ ഇന്ത്യയുടെ അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ഥാപനമാണേത്? DRDO. DRDO നിലവിൽ വന്നത് 1958 വിജയരാഘവൻ കമ്മിറ്റി ഏത് മന്ത്രാലയമാണ് രൂപീകരിച്ചത്? പ്രതിരോധ മന്ത്രാലയമാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ പുനഃക്രമീകരണം അവലോകനം ചെയ്യുന്നതിനു വേണ്ടി നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് ഏത്? വിജയരാഘവൻ കമ്മിറ്റി. മാഗ്നോമീറ്റർ ബൂം ഏത് ദൗത്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആദിത്യ L1. അപ്പോൾ മാഗ്നോമീറ്റർ ബൂം ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആദിത്യ L1. ആദിത്യ L1 ഉപഗ്രഹത്തിൽ 6 മീറ്റർ മാഗ്നോമീറ്റർ ബൂം വിക്ഷേപിച്ചതിന് ശേഷം 132 ദിവസത്തേക്ക് ലഗ്രാഞ്ച് പോയിന്റിൽ L1 വിജയകരമായി വിന്യസിച്ചു. ഇത് ബഹിരാകാശ പേടകം സൃഷ്ടിക്കുന്ന കാന്തിക ക്ഷേത്രത്തിന്റെ ആഘാതം കുറയ്ക്കുകയും കൃത്യമായ അളവുകൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഡ്യുവൽ സെൻസർ സജ്ജീകരണ സ്വാധീനങ്ങളെ കൃത്യമായി കണക്കാക്കാനും ശാസ്ത്രീയ ഡേറ്റ ശേഖരണം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നതാണ് എന്ത്? മാഗ്നോമീറ്റർ ബൂം. അപ്പോൾ മാഗ്നോമീറ്റർ ബൂം ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ആദിത്യ L1 ആണ്. ഇത് ബഹിരാകാശ പേടകം സൃഷ്ടിക്കുന്ന കാന്തിക ക്ഷേത്രത്തിന്റെ ആഘാതം കുറയ്ക്കുന്നു, കൃത്യമായ അളവുകൾ ഉറപ്പാക്കുന്നു, ഡ്യുവൽ സെൻസർ സജ്ജീകരണ സ്വാധീനങ്ങളെ കൃത്യമായി കണക്കാക്കുകയും ശാസ്ത്രീയ ഡേറ്റ ശേഖരണം വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നതാണ് എന്ത്? മാഗ്നോമീറ്റർ ബൂം. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെന്റ് ഏജൻസി അടുത്തിടെ പുറത്തിറക്കിയ ഹൗസ് ജേണലിന്റെ പേരെന്താണ്? പഹൽ. അപ്പോൾ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെന്റ് ഏജൻസി അടുത്തിടെ പുറത്തിറക്കിയ ഹൗസ് ജേണലിന്റെ പേരെന്താണ്? പഹൽ. ഇന്ത്യൻ സർക്കാർ സംരംഭമായ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉൾക്കാഴ്ചയുള്ള ഹൗസ് ജേണലായ പഹൽ പുറത്തിറക്കി. അപ്പോൾ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെന്റ് ഏജൻസി പുറത്തിറക്കിയ ഹൗസ് ജേണലിന്റെ പേരെന്താണ്? പഹൽ. അടുത്ത ക്വസ്റ്റ്യൻ, ISRO വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? കാലാവസ്ഥാ ഉപഗ്രഹമാണ്. അപ്പോൾ കാലാവസ്ഥാ ഉപഗ്രഹമാണ് എന്ത്? ഇൻസാറ്റ് 3DS. വിക്ഷേപിച്ചത് ISRO ആണ്. അപ്പോൾ ഇൻസാറ്റ് 3DS കാലാവസ്ഥാ ഉപഗ്രഹമാണ്. വിക്ഷേപിച്ചത് ISRO. ദരോജി സ്ലോത്ത് ബിയർ സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ്. അപ്പോൾ ദരോജി സ്ലോത്ത് ബിയർ സാങ്ച്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലം. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം 2024 നേടിയ പെൻഡ്യാല ലക്ഷ്മിപ്രിയ ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടതാണ്? കുച്ചിപ്പുടി.
അപ്പോൾ പെണ്ഡ്യാല ലക്ഷ്മിപ്രിയ ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുച്ചിപ്പുടി. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം 2024 ലഭിച്ചു. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം ഏത്? നേപ്പാൾ. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം ഏതാണ്? നേപ്പാൾ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ. 22 വർഷത്തിനു ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. അപ്പോൾ 22 വർഷത്തിനു ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി അറിയപ്പെടുന്നത്? ഓർമ്മത്തോണി. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഓർമ്മത്തോണി. സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. എന്താണ്? സംസ്ഥാനത്തെ ആംബുലൻസുകളുടെ നിയമലംഘനം കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനം ഏത്? കവച്. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനത്തിന്റെ പേരെന്താണ്? കവച്. രാജ്യത്താദ്യമായി സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വരുന്ന OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. അപ്പോൾ രാജ്യത്താദ്യമായി സംസ്ഥാന സർക്കാരിന് കീഴിൽ നിലവിൽ വരുന്ന OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിന്റെ ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരം, 4 ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരം ആരാണ്? മാരിയോ സഗാലോ. അപ്പോൾ ജനുവരിയിൽ അന്തരിച്ച ബ്രസീലിന്റെ 4 ലോകകപ്പ് നേട്ടങ്ങളിൽ പങ്കാളിയായ താരമാണ് ആര്? മാരിയോ സഗാലോ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? എസ് ജയശങ്കർ ആണ്. 22 വർഷത്തിന് ശേഷം ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. അപ്പോൾ പെണ്ഡ്യാല ലക്ഷ്മിപ്രിയ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുച്ചിപ്പുടി. ഇൻസാറ്റ് 3DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? കാലാവസ്ഥ ഉപഗ്രഹമാണ്. ദരോജി സ്ലോത്ത് ബിയർ സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെന്റ് ഏജൻസി അടുത്തിടെ പുറത്തിറക്കിയ ഹൗസ് ജനലിന്റെ പേരെന്താണ്? പഹൽ. മാഗ്നോമീറ്റർ ബൂം ഏത് ദൗത്യവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആദിത്യ L1. നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിന്റെ 71ാമത് പ്ലീനറി സമ്മേളനം എവിടെയാണ്? ഷില്ലോങ്ങിലാണ്. വിജയരാഘവൻ കമ്മിറ്റി പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 ഇന്റർനാഷണൽ ആയുഷ് സമ്മേളനത്തിന്റെ പ്രദർശനത്തിന്റെ വേദി എവിടെയാണ്? ദുബായ്. PM ജന്മൻ സ്കീം പാവപ്പെട്ട ആദിവാസികൾക്ക് സ്ഥിരം വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് PM ജന്മൻ സ്കീം. കൃഷ്ണരാജസാഗർ അണക്കെട്ട് എവിടെയാണ്? കർണാടകയിലാണ്. KRS അണക്കെട്ടെന്നും അറിയപ്പെടുന്നു. ഓഫ്ഷോർ പെട്രോൾ വെസൽ എന്താണ്? അതിവേഗ ഓഫ്ഷോർ പെട്രോളിയം കപ്പലുകൾ ഒന്നാണ് ഏത്? INS കബ്ര. ഓഫ്ഷോർ പെട്രോൾ വെസൽ അല്ല, INS കബ്ര. അതിവേഗ ഓഫ്ഷോർ പെട്രോളിയം കപ്പലുകൾ ഒന്നാണ് എന്ത്? INS കബ്ര. എന്താണ് പോളിഗോണം ചതുർഭുജം? എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സസ്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പെഞ്ച് ടൈഗർ റിസർവ് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഗോൽപഹാഡി ദ്വീപിലെ സർവേയിലാണ് പോളിഗോണം ജനസിൽപ്പെട്ട പോളിഗോണം ചതുർഭുജം എന്ന സസ്യവർഗം കണ്ടെത്തിയിരിക്കുന്നത്. റെഡ് ആൻഡ് ചട്നി ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? ഒഡീഷയുടേതാണ് റെഡ് ആൻഡ് ചട്നി. ഐൻസ്റ്റീൻ പ്രോബ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈന. ധാരാവി പുനർവികസന പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഏത് ബിസിനസ് കമ്പനിയാണ്? അദാനി. മാന്ത്രിക ദ്വീപുകൾ ഏത് ജ്യോതിശാസ്ത്ര ബോഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹമായ ടൈറ്റനുമായിട്ട്. യുനെസ്കോയുടെ ലോക പൈതൃക സമിതിയുടെ 46ാമത് സെഷനിലെ ആദ്യത്തെ അധ്യക്ഷനുമായ രാജ്യം ഏതാണ്? 2024 ഇന്ത്യയാണ്. INS സുമിത്ര സോമാലി കടൽക്കൊള്ളക്കാർ റാഞ്ച് ഇറാൻ ഇമാൻ എന്ന മത്സ്യബന്ധന ബോട്ടിനെ മോചിപ്പിച്ച ഇന്ത്യൻ കപ്പലാണിത്. INS സുമിത്ര. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മിറ്റി വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ വേദി അരുണാചൽ പ്രദേശ് ആയിരുന്നു. പുതുവത്സരം ആദ്യമെത്തുന്ന രാജ്യം ഏതാണ്? കിരിബാത്തി. പസഫിക്കിലെ ചെറു ദ്വീപാണ്. മഹാകൗതി എന്ന ബുക്ക് എഴുതിയത് വൈരമുത്തുവാണ്. P. വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? നെല്ല്.
DRDOയുടെ 66ാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്. ആഗോള കുടുംബദിനം ജനുവരി 1. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മഞ്ചപ്പാലം, കണ്ണൂർ ജില്ല. 2024 ജനുവരി 3 ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.